നമസ്കാരം. പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ വഴിതെറ്റിയ ഇന്ത്യക്കാരനടക്കം 2 പേർ ഭക്ഷണവും വെള്ളവും കിട്ടാതെ മരിച്ചു. 3 വർഷമായി സൗദിയിലെ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന തെലങ്കാന കരീംനഗർ നിവാസി മുഹമ്മദ് ഷെഹ്സാദ് ഖാനും ഒപ്പമുണ്ടായിരുന്ന സുഡാൻ പൗരനുമാണ് മരിച്ചത്. 650 കിലോമീറ്ററിലേറെ വ്യാപിച്ചു കിടക്കുന്ന റുബുൽ ഖാലി മരുഭൂമിയിലാണ് അപകടമുണ്ടായത്. GPS സിഗ്നൽ പണിമുടക്കിയതോടെയാണ് ഇവർക്ക് വഴിതെറ്റിയത്. മൊബൈൽ ഫോണിലെ ചാർജ് തീർന്നതോടെ പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിച്ചതുമില്ല. വാഹനത്തിലെ ഇന്ധനവും തീർന്നുപോയിരുന്നു. മരുഭൂമിയിലെ കൊടും ചൂടിൽ ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഇരുവരും മരിക്കുകയായിരുന്നു. 4 ദിവസത്തിനു ശേഷമാണ് വ്യാഴാഴ്ച മണൽത്തിട്ടയിൽ ഇവരുടെ വാഹനത്തിന് സമീപത്തുനിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സൗദിയുടെ തെക്കൻ പ്രദേശങ്ങളിൽ നിന്ന് അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന മരുപ്രദേശമാണ് റുബുൽ ഖാലി. മരുഭൂമിയിലെ കൊടും ചൂടിൽ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ഇരുവരും വലഞ്ഞു. കടുത്ത ചൂടിൽ നിർജ്ജലീകരണവും ക്ഷീണവും മൂലം ഇരുവരും മരിക്കുകയായിരുന്നു. 650 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന റുബുൽ ഖാലി സൗദിയുടെ തെക്കൻ പ്രദേശങ്ങളിൽ നിന്ന് അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ മരുപ്രദേശമാണ്. അതിനിടെ വടക്കു പടിഞ്ഞാറൻ അസീറിയയിലെ സയ്യിദ അൽ സവലഹയിൽ പെട്ടെന്നുണ്ടായ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് സ്വദേശി കുടുംബത്തിലെ 5 പേർ മരിച്ചു. ഒരു കുട്ടി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അസീറിയയിലെ സ്കൂൾ പ്രിൻസിപ്പളായ ഭർത്താവും ഭാര്യയും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ദുരന്തമുണ്ടായത്. അൽ ഖത്രാഷിയിലെ അൽ ബൈഹാഗി സ്കൂൾ പ്രിൻസിപ്പൽ മുഅയ്ദ് അൽ സഹ്റാനി, അതേ ഗവർണറേറ്റിലെ തിയ അൽ ഇസ സ്കൂൾ പ്രിൻസിപ്പൽ ഭാര്യ മുഹൈൽ അസീർ, ഇവരുടെ 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് മരിച്ചത്. അതേസമയം ശക്തമായ മഴയിൽ തായിഫിലെ ഫിഫയിൽ മണ്ണിടിച്ചിലുണ്ടായി. ചില റോഡുകൾ 6 മണിക്കൂറിലേറെയാണ് അടച്ചിട്ടത്. ഫിഫയിലും ബനി മാലിക് സർക്കിളിലും റോഡുകൾക്ക് കേടുപാടുണ്ടായി. ജിസാൻ മേഖലയുടെ ചില ഭാഗങ്ങളിൽ പൊടിപടലങ്ങളോടുകൂടിയ ശക്തമായ കാറ്റിനും മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അവധി നൽകിയിട്ടുണ്ട്. മഴക്കാലത്ത് ജാഗ്രത പാലിക്കണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി. അതേസമയം സുഹൈൽ നക്ഷത്രത്തിന്റെ വരവിൽ കാത്തിരിക്കുകയാണ് UAE നിവാസികൾ. കൊടുംചൂടിൽ ബുദ്ധിമുട്ടുന്ന ഇവിടത്തുകാർക്ക് ഇതിന്റെ വരവ് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഉഷ്ണകാലത്തിന്റെ അവസാനത്തോടെയാണ് സുഹൈൽ നക്ഷത്രത്തിന്റെ വരവ് സൂചിപ്പിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. ഓഗസ്റ്റ് 24 ആകാശത്തിൽ സുഹൈൽ നക്ഷത്രം ദൃശ്യമാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഈ നക്ഷത്രത്തെ കണ്ടുകഴിഞ്ഞാൽ പിന്നീട് 30 ദിവസത്തിനുള്ളിൽ UAEയിൽ ശൈത്യകാലം ആരംഭിക്കും. അതിന്റെ കഴിഞ്ഞ ദിവസം പെയ്ത മഴ രാജ്യത്ത് കൊടും ചൂടിൽപ്പെട്ട് വലയുന്ന നിരവധി പേർക്കാണ് ആശ്വാസമായത്. നാഷണൽ സെന്റർ ഓഫ് മെറ്ററോളജി പറയുന്നത് പ്രകാരം അബുദാബി എമിറേറ്റിലെയും റാസൽ ഖൈമയിലെയും അലൈൻ ശക്തമായ മഴയാണ് പെയ്തിരുന്നത്. ഇതിനിടയിൽ പലയിടത്തും ആലിപ്പഴ വീഴ്ചയും ഉണ്ടായിരുന്നു. സമഹന മേഘങ്ങൾ രൂപപ്പെടുന്നതിനാലും പുതിയ കാറ്റ് പൊടിപടലങ്ങൾക്ക് കാരണമാകുന്നതിനാലും കാലാവസ്ഥ ഓറഞ്ച് അലർട്ട് നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു.